കേരളത്തിലെ മുഴുവൻ എക്സൈസ് റേഞ്ച് ഓഫീസുകളിലേക്കും സബ്സ്റ്റൻസ് ഐഡൻറ്റിഫിക്കേഷൻ കിറ്റുകൾ നൽകാനുള്ളൊരു തീരുമാനത്തിന് വേണ്ടി ബജറ്റിൽ തുക വകയിരുത്തുക ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. കാരണം കേരളത്തിൽ എല്ലാ എക്സൈസ് റേഞ്ച് ഓഫീസുകളിലും ഇനി മുതൽ പിടിച്ചെടുക്കപ്പെടുന്ന ലഹരി വസ്തുക്കൾ കൃത്യമായി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സബ്സ്റ്റൻസ് ഐഡൻറ്റിഫിക്കേഷൻ കിറ്റുകൾ നമുക്ക് ലഭ്യമാകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2 സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി, എക്സൈസിൻ്റേതായി കേരളത്തിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി അനുവദിക്കുവാൻ ബജറ്റിൽ അനുമതി ഉണ്ടായിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനത്തെ എക്സൈസ് റേഞ്ച് ഓഫീസുകളുടെ സ്റ്റേഷനുകളുടെ സ്ഥിതി വളരെ മികച്ച അവസ്ഥയിലല്ല. മോഡൽ എക്സൈസ് റേഞ്ച് ഓഫീസുകൾ ആരംഭിക്കുന്നതിനും ഇത്തവണ ബജറ്റിൽ തുക വകയിരുത്തുന്നു. അതോടുകൂടി ഒരു എക്സൈസ് ഓഫീസ് ഒരു പ്രദേശത്ത് എൻഫോഴ്സ്മെൻറ്റിനൊപ്പം മറ്റ് കാര്യങ്ങളിലും കേസിൻ്റെ കൺവിക്ഷൻ ഉറപ്പുവരുത്താൻ ആവശ്യമായ അടിസ്ഥാന സാഹചര്യങ്ങളുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മോഡൽ എക്സൈസ് ഓഫീസുകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, എക്സൈസിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രവർത്തനവും ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിരവധി തസ്തികകൾ ആവശ്യമുള്ള ഒന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. പക്ഷെ പുതിയ തസ്തികകളില്ലാത്തതിനാൽ നിലവിലുള്ള ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ചുകൊണ്ട് നാർക്കോട്ടിക് പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രവർത്തനവും എക്സൈസ് ആരംഭിക്കുകയാണ്. എക്സൈസ് ഇത് ഞാൻ പറഞ്ഞ എൻഫോഴ്സ്മെൻറ്റ് സൈഡാണ് ഓപ്പറേഷൻ തണ്ടറിൻ്റെ കാര്യത്തിൽ. പക്ഷേ വളരെ സമഗ്രമായ ഒരു പ്രവർത്തന പദ്ധതി സംസ്ഥാന എക്സൈസ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. മയങ്ങില്ല കേരളം എന്ന ക്യാമ്പയിനാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു മിഷനാണ്. അതിൽ എൻഫോഴ്സ്മെൻറ്റ് സൈഡുണ്ട്, അതോടൊപ്പം തന്നെ നിലവിലുള്ള വിമുക്തിയുടെ അവയർനെസ് സൈഡുണ്ട്. കാരണം വളരെ മികച്ച രീതിയിൽ ഉള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് എക്സൈസിന് അതിനുള്ള ശേഷിയുണ്ട്. 31ഓളം എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ നിംഹാൻസിൽ പരിശീലനം നേടിയവരാണ്. സംസ്ഥാനത്താകമാനം പരിശീലനയുടെ വലിയൊരു നെറ്റ്വർക്കുണ്ട്. ഇത് കേരളത്തിലെ ആകമാനമുള്ള വിദ്യാലയങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി നിലവിലുള്ള സിസ്റ്റത്തെ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട്, ഇപ്പം നിലവിൽ നാർക്കോട്ടിക് ക്ലബ്ബുകളൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണ ഇഫക്റ്റീവ് അല്ല. കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകളുടെ പ്രവർത്തനം വിപുലീകരിച്ച് അവയർനെസ് സൈഡിനെ എക്സൈസിൻ്റെ നിലവിലുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മിഷൻ്റെ ഭാഗമായി. മയങ്ങില്ല കേരളം.